സൈസിന് വന്ദനം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടനും. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. ഒരു ദിവസം അപ്പു സുന്ദരിയും കൂട്ടി പുല്ല് മേയാൻ പോയി. അങ്ങനെ സുന്ദരി പുല്ല് മേയുന്നിടയിൽ ഒരു മാൻകുട്ടിനെ കണ്ടു. എന്നും കണ്ട് അവർ ചങ്ങാതിമാരായി. അങ്ങനെ ഒരു ദിവസം മാൻകുട്ടൻ സുന്ദരിയെ വിളിച്ചു. സുന്ദരി, സുന്ദരി, നീ എൻ്റെ കാട്ടിലേക്ക് വരുന്നുണ്ടോ? അവിടെ മരങ്ങളും പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ട്, നീ വരുന്നുണ്ടോ? അങ്ങനെ സുന്ദരി മാൻകുട്ടനോടൊപ്പം കാട്ടിലേക്ക് പോയി. അങ്ങനെ സുന്ദരി നോക്കുമ്പോൾ അവിടെ പഴങ്ങളും പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ സുന്ദരി ചാടിയും മറിച്ചും കളിക്കുമ്പോഴാണ് പെട്ടെന്ന് സൗണ്ട്. സുന്ദരി പേടിച്ചു. അങ്ങനെ സുന്ദരി പേടിച്ചിരിക്കുമ്പോഴാണ് അവിടെ പശുക്കളും കുറേ എല്ലാ മൃഗങ്ങളൊക്കെ ഓടുന്നു. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ മാൻകുട്ടനും ഓടാൻ തുടങ്ങി. മാൻകുട്ടൻ ഓടുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു, സുന്ദരി, സുന്ദരി, ഓടിക്കോ, കാട്ടിലത്തെ രാജാവ് സിംഹം വരുന്നുണ്ടേ, ഓടിക്കോ. അങ്ങനെ സുന്ദരിയും ഓടാൻ തുടങ്ങി. അങ്ങനെ സുന്ദരി ഓടുമ്പോഴാണ് സുന്ദരി ഒരു കാര്യം പറഞ്ഞു. നീ എന്താ കാട്ടിലത്തെ ഭംഗിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നീ എന്താ അപകടത്തിൻ്റെ കുറിച്ചൊന്നും പറയാണ്ടിരുന്നത്? അങ്ങനെ സുന്ദരിക്ക് ഒരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരോട് ഒരിക്കലും കൂട്ടുകൂടരുത്. അങ്ങനെ സുന്ദരി അതും പറഞ്ഞ് വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോൾ പാവം അപ്പു സുന്ദരിയെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സുന്ദരി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി. അങ്ങനെ അപ്പു സുന്ദരിയും കൂട്ടി വീട്ടിലേക്ക് പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? പരിചയമില്ലാത്ത കൂട്ടുകാരോട് ഒരിക്കലും കൂട്ടുകൂടരുത്. നമസ്കാരം.